കിളിയന്തരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് ഇന്നലെ നമ്മൾ ഓഫ് റോഡ് പോയ ജീപ്പാണ്. നമുക്കന്നേരം ആ ജീപ്പിൻ്റെ റിവ്യൂയിലോട്ട് പോകാം. ഏകദേശം ഇതാണ് ആ മുതൽ. ഏകദേശം 1983 കാലഘട്ടത്തിൽ, അതായത് എന്നെക്കാളും മൂത്ത വണ്ടിയാണ്, ഒരുപാട് മൂത്ത വണ്ടിയാണ്. 1983 മോഡൽ വന്ന ജീപ്പാണ് ഇത്. ഏകദേശം ഇത്ര വർഷം പഴക്കമായെങ്കിലും അതിൻ്റെ ചുറുചുറുപ്പ് ഇപ്പോഴും ഈ വണ്ടിക്കുണ്ട്. കാണുമ്പോൾ തന്നെ ആ ഓൾഡ് മോഡൽ, പ്രത്യേകിച്ച് ഇതിൻ്റെ ലുക്ക്, ഈ നമ്പർ തന്നെ KRC 2175 ആ നമ്പർ പ്ലേറ്റ് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ലുക്കാണ്. പിന്നെ ഇതൊരു സമയത്ത് എല്ലാവരും ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണ് ജീപ്പിൻ്റെ ഭയങ്കര വിലയും എവിടെയും കിട്ടാതെ ആയത്. പണ്ടൊക്കെ ഇത് വേണ്ടാതെ കിടന്ന സാധനമാണെങ്കിൽ ഇപ്പം ഏറ്റവും കൂടുതൽ മൂല്യമുള്ള ഒരു വണ്ടിയായിട്ട്, ഇപ്പോൾ പഴയ വണ്ടിക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര മൂല്യമാണ്. ഏറ്റവും കൂടുതൽ ഒരു മൂല്യത്തിലുള്ള ഒരു വണ്ടി എന്ന് പറയാം ഈ വണ്ടി. കാണുമ്പം തന്നെ നോക്ക്, KRC 2175 നമ്പർ തന്നെ നോക്ക്. അതുപോലെ തന്നെ ഈ വണ്ടിയിൽ ഓവർ എക്സ്ട്രാ മോഡിഫിക്കേഷനോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. 1983 വണ്ടികൾ ഒരുപാട് ഉണ്ടായിരിക്കാം, പക്ഷേ അതേ രൂപത്തിൽ നിലനിർത്തിയ വണ്ടി ആയതുകൊണ്ടാണ് ഇതിലൊരു പ്രത്യേകതയുള്ളത്. ഇതിൻ്റെ ഫ്രണ്ടിലെ ബമ്പർ ആയിക്കോട്ടെ, ഇതിലെ നമ്പർ ആയിക്കോട്ടെ, എന്ത് കാര്യങ്ങളും ഒരു രൂപമാറ്റവും വരുത്തിയിട്ടില്ല. ഏകദേശം 1983 തന്നെയാണ്. അതിൻ്റെ ഫ്രണ്ട് മൺകാട് ആയിക്കോട്ടെ, ബോണറ്റ് ആയിക്കോട്ടെ, ഹെഡ്ലൈറ്റ് ആയിക്കോട്ടെ, എല്ലാം ഓൾഡ് മോഡൽ തന്നെ. ടയർ വരെ ഏകദേശം ആ ടൈപ്പ് പഴയ മോഡൽ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. വീൽ ഡ്രം കാര്യങ്ങളെല്ലാം അത്യാവശ്യം എന്നാ പറയുക, ഇപ്പം മോഡിഫിക്കേഷൻ എന്ന് പറയാൻ അത്യാവശ്യം സൗകര്യാർത്ഥം ഓഫ് റോഡൊക്കെ പോകാൻ വേണ്ടി ഇതിൻ്റെ ബുഡ് മാത്രമാണ് ചെറിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. അല്ലാതെ മിറർ കാര്യങ്ങൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. യൂസ്ഫുള്ളായ മാറ്റങ്ങൾ മാത്രമേ ഈ വണ്ടി വരുത്തിയിട്ടുള്ളൂ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ തരുന്ന ഫീലിംഗ് ഇപ്പം ഒരു മഹേന്ദ്ര കമ്പനിയുടെ തന്നെ ഒരു വണ്ടിയും തരുന്ന ഫീലിംഗ് ഇല്ല. ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇപ്പം നമുക്ക് എൻജിൻ സൗണ്ട് നോക്കാം. ഇതിൻ്റെ എൻജിൻ സൗണ്ട് കാര്യങ്ങൾ എല്ലാം തരുന്ന ഫീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വലുതാണ്. എൻജിൻ സൗണ്ട് എല്ലാം വളരെ സുന്ദരമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കി പറയത്തക്ക മാറ്റങ്ങളൊന്നുമില്ല. റിയർ കുറച്ച് ലൈറ്റ് കാര്യങ്ങൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം പഴയ പുതുമ നിലനിർത്തിയിട്ടുണ്ട്. എക്സ്ട്രാ പണ്ടത്തെ കാലത്തെ ആ റൗണ്ട് ലൈറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. എക്സ്ട്രാ കുറച്ച് വെട്ടം കിട്ടാൻ വേണ്ടി കുറച്ച് LED കാര്യങ്ങൾ കൊടുത്തതെന്നല്ലാതെ ബാക്കിയെല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡീസൽ ടാങ്ക് കാര്യങ്ങളെല്ലാം ജീപ്പിൻ്റെ സാധാ പഴയ മോഡലിൽ വരുന്ന പോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് സീറ്റിലെ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഡീസലിൻ്റെ അളവെല്ലാം പ്രത്യേകിച്ച് കറക്റ്റ് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ നമ്മൾ കയറുമ്പോഴും കാര്യങ്ങളും എല്ലാം ഒരു നല്ല കംഫർട്ട് കിട്ടുന്നുണ്ട്, നല്ലൊരു ക്വാളിറ്റി കിട്ടുന്നുണ്ട്. അതുപോലെ ഇത് പഴയ മോഡലായതുകൊണ്ട് തന്നെ ഈ മോഡൽ ഗ്ലാസ് ഓപ്പൺ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചൂടിൻ്റെ പ്രശ്നമില്ല. വണ്ടി ഓഫ് റോഡൊക്കെ പോകുമ്പോൾ തന്നെ ഹീറ്റിൻ്റെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്കിനി ഇതിൻ്റെ ബാക്കി വശങ്ങൾ, പുറമേ ഉള്ള വശങ്ങൾ നമുക്ക് നോക്കാം. ഇതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ റാഡ് കാര്യങ്ങളൊക്കെയാണ് ഇത് വരുന്നത്. ലീഫ് കാര്യങ്ങൾ ഫ്രണ്ടിൽ, അതുപോലെ 4 വീൽ ഡ്രൈവ് ആണ്. ഫ്രണ്ടിലെ ഹൗസിങ്ങും അതിൻ്റെ ഭാഗങ്ങളുമാണ്. ഫ്രണ്ടിൽ 2 ഷോക്ക് ആബ്സർ വരുന്നുണ്ട്. ലീഫ്, യു ബോൾട്ട്, സെൻട്രൽ ബോൾട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനി നമുക്ക് ഈ വണ്ടി ഒന്ന് ബോണറ്റ് തുറന്ന് നമുക്ക് നോക്കാം. ഇതാണ് പഴയ 500D വണ്ടിയുടെ എൻജിൻ സൈഡ് എന്ന് പറയുന്നത്. ഇതാണ് സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഇതിലുള്ളത്. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ നോക്കുമ്പോൾ ബാറ്ററി തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലുതായിട്ട് എൻജിനോട് സമയം നിൽക്കുന്നതിൻ്റെ ബാറ്ററിയുടെ വലിപ്പമാണ് മെയിനായിട്ട്. ഇതിൻ്റെ ഓരോ ഭാഗങ്ങൾ നോക്കാം. ബ്രേക്ക് ഓയിൽ ഒഴിക്കുന്നത് ഇവിടെയാണ്. അതുപോലെ സ്റ്റിയറിംഗ് ബോക്സ്, ഓയിൽ ഫിൽറ്റർ, എക്സോസ്റ്റ് മാനിഫോൾഡ്, സൈലൻസറിൻ്റെ മാനിഫോൾഡ്, ഫ്രണ്ട് 4 വീൽ ഡ്രൈവിൻ്റെ ഡ്രൈവെല്ലാം താഴെ നമുക്ക് കാണാം, അടിവശത്ത് കാണാം. അതുപോലെ ഇതിൻ്റെ വാൾ കവർ, റേഡിയേറ്റർ, ഡൈനാമോ, വാട്ടർ പമ്പ്, ഇത്രയാണ് ഈ വശത്ത് വരുന്നതെങ്കിൽ നേരെ ഓപ്പോസിറ്റ് സൈഡ് എയർ ഫിൽറ്റർ, ഡീസൽ ഫിൽറ്റർ, ഇത് പമ്പാണ്, ഇത് ലിഫ്റ്റ് പമ്പ്, അതുപോലെ തന്നെ സ്റ്റാർട്ടറാണ്. എല്ലാം സിമ്പിൾ മെത്തേഡ്. പക്ഷേ വണ്ടി എന്നാ പറയുക, ഈ മോഡലെന്ന് പറയുമ്പോൾ തന്നെ പണിയെടുക്കാനും നല്ല സ്പേസ് ഉണ്ട്. അത്യാവശ്യം
സിമ്പിളാണെങ്കിൽ തന്നെ നമുക്ക് സ്റ്റാർട്ടിങ് എല്ലാം ആക്കാനും എത്ര വർഷം കഴിഞ്ഞാലും സ്റ്റാർട്ടിങ് എല്ലാം ആക്കാനെല്ലാം സിമ്പിളാണ്. ഈ മെത്തേഡും സിമ്പിളാണ്. ഇപ്പോഴത്തെ സെൻസർ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം നല്ല ഇതായിട്ട് തന്നെ ചെയ്യാൻ നമുക്ക് പറ്റും. അതുപോലെ പഴക്കത്തിൻ്റേതായ വലിയ കാര്യങ്ങളൊന്നുമില്ല. എക്സ്ട്രാ കുറച്ച് പാച്ച് വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ജീപ്പിൻ്റെ യൂസേജ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ നമ്മുടെ ഈ സൈഡിലായിക്കോട്ടെ പല സൈഡിലായിക്കോട്ടെ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കും സാധനങ്ങൾ എടുക്കാനും റബ്ബറുള്ളവർ റബ്ബർ ഷീറ്റ് എടുക്കാനും അണ്ടിയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനും എല്ലാ ഇതിനും പർപ്പസിന് വേണ്ടി വീട്ടാവശ്യങ്ങൾക്കും അതിൻ്റെ പർപ്പസിന് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം പക്ഷേ ഇതൊരു ട്രെൻഡിങ് ആണ്. അതായത് എല്ലാ വീട്ടിലും എല്ലാ വണ്ടികളും പഴയത് ഒതുക്കി ഒരു മൂലക്കിട്ടാലും ഇതെല്ലാം പണിത് വൃത്തിക്ക് വെക്കുന്ന ഒരു എന്നാ പറയുക നമ്മുടെ വീട്ടിലൊരു ആനയെ മേടിച്ച ലുക്കിൽ തന്നെയാണ് ഈ വണ്ടികൾ പലരും ഉള്ളവരിപ്പം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കാര്യം പഴയ വണ്ടികൾ എപ്പോഴും ഒരു സ്വർണത്തിൻ്റെ മൂല്യം ഇപ്പം എല്ലാ വണ്ടിക്കും ഉണ്ട്. ആൾക്കാരെല്ലാ വണ്ടിയെ ഇഷ്ടപ്പെടുന്നവർ കൂടുതൽ പഴയ വണ്ടികളെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങിയതുകൊണ്ട് പഴയ വണ്ടിക്ക് ഭയങ്കര ഡിമാൻഡാണ്. അതുപോലെ ഇത്ര സിമ്പിളായിട്ടുള്ള എവിടെ കൊണ്ടുപോയാലും വർക്ക് ചെയ്യാൻ പറ്റിയ സിമ്പിൾ വണ്ടികളാണ് കൂടുതൽ ആൾക്കാർക്കും ഇഷ്ടം. ഇനി നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. കഴിഞ്ഞ വീഡിയോ നമ്മളെ കാണാത്തവർക്കായി ഇത് നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ 4 വീലൊക്കെ വർക്ക് ചെയ്യുന്നത് നോക്കാം. എല്ലാം നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഒരു പ്രത്യേക ടൈപ്പ് തന്നെയാണ്. വണ്ടിയുടെ എൻജിൻ സൗണ്ട് ആയിക്കോട്ടെ കാര്യങ്ങളായിക്കോട്ടെ എല്ലാം നല്ലൊരു പ്രത്യേക ഒരു ഫീലിങ്ങും കാര്യങ്ങളെല്ലാം തരുന്നുണ്ട്. അതുപോലെ വണ്ടിയുടെ പെർഫോമൻസ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. നല്ല അടിപൊളി പെർഫോമൻസാണ് കാര്യങ്ങളെല്ലാമാണ്. അന്നേരം ഈ വണ്ടിയുടെ ഗുണമെന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഓഫ് റോഡ് കാര്യങ്ങളെല്ലാം പോകേണ്ട കാര്യത്തിലുള്ള ഗുണങ്ങളാണ് ഈ വണ്ടിയുടെ ഏറ്റവും മെയിനായെന്ന് പറയുന്നത്. നമ്മുടെ പ്രായത്തിൽ മൂത്ത വണ്ടിയുടെ അടുത്താണുള്ളത്. ഇതിൻ്റെ സ്റ്റിയറിങ്ങിൽ തന്നെ തൊടുമ്പോഴുള്ള ഫീലിംഗ് വളരെ വലുതാണ്. ഇത്രയും സിമ്പിളായിട്ടുള്ളതും ഇത്രയും എന്നാ പറയുക ഇത്രയും നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ഇതിൽ പിടിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു കൂടുതലായിട്ട്. ഇതിൻ്റെ ഉള്ളുവശം സ്റ്റിയറിങ്ങിൻ്റെ മനോഹാരിതയും ഇതിൻ്റെ ആക്സിലേറ്ററിൻ്റെ പെഡലും ക്ലച്ചും ബ്രേക്കും എല്ലാം കിട്ടുന്നൊരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. അതുപോലെ ഇതിൻ്റെ ഗിയറിൻ്റെ ഇതാണെങ്കിൽ തന്നെ ഇതിൻ്റെ ഗിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിവേഴ്സാണ്. ഫസ്റ്റായിട്ട് ഇപ്പോഴത്തെ ഫസ്റ്റ് ഗിയർ പോലെയുള്ളത് റിവേഴ്സാണ്. അതുപോലെ ഇത് 4 വീൽ ഡ്രൈവാണ്. നമുക്ക് അന്നേരം ഇതിൻ്റെ ഉള്ളുവശം നോക്കുവാണെങ്കിൽ ഇതിൻ്റെ മീറ്റർ എണ്ണയുടെ മീറ്ററും RPMൻ്റെ മീറ്ററും കാര്യങ്ങളെല്ലാം ഇവിടെ കാണാം. കിലോമീറ്റർ എല്ലാം സെപ്പറേറ്റ് കാണാം. ഇപ്പം ഇതിൻ്റെ ഫ്രണ്ടിലെ മെയിൻ ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ സിമ്പിളായിട്ടാണ്. സിമ്പിളായിട്ട് നമുക്കിപ്പോൾ ഒരാൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇരിക്കാൻ പറ്റും. സിമ്പിളാണ് വണ്ടി. അതുപോലെ ആൾക്കാർ വേണമെങ്കിൽ കൂടുതൽ ഇരുത്താൻ പറ്റും. എന്തായാലും നമുക്കിതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ സ്വിച്ച് ഇവിടെയാണ് വരുന്നത്. നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ടു. ഇപ്പം നമ്മൾ മണലിൽ കൂടിയാണ് പോകുന്നത്. ചെയ്തിട്ട് ഈ വണ്ടി നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കാം. ഫസ്റ്റ് ഗിയർ ഇട്ട് നമ്മൾ
അന്നേരം ഇന്നത്തെ ഈ നമ്മുടെ എന്താ പറയുക 1983 മോഡല് വണ്ടിയുടെ റിവ്യൂ ആണ് നമ്മളിപ്പോൾ ചെയ്തത്. നമ്മളിപ്പം 2 ദിവസമായിട്ട് ചെയ്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ ചില തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അന്നേരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരോടെല്ലാം പറഞ്ഞ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിരുചി അനുസരിച്ച നല്ല വീഡിയോ ആയിട്ട് ഇനി നമുക്ക് കാണാം. ബൈ ബൈ.